ഇന്ന് ടാലി പ്രൈം എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തിട്ട് ആക്ടിവേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിംഗ് മലയാളം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ടാലി പ്രൈം എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തിട്ട് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ടാലി ERP9 എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റിൽ നമുക്ക് ഗൂഗിൾ ക്രോമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഗൂഗിൾ ക്രോമിൽ വെച്ചിട്ട് നമുക്ക് ഇവിടെ ടാലി സൊല്യൂഷൻസ് എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ടാലി സൊല്യൂഷൻസ് കൊടുക്കാം. അവിടെ വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ടാലി സൊല്യൂഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫസ്റ്റിൽ തന്നെ ഒരു വിൻഡോ ഇവിടെ കാണും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ടാലി സൊല്യൂഷൻസ് ബിസിനസ് സോഫ്റ്റ്വെയർ ഫോർ SMBS ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. ഇതാണ് ക്ലിക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇത് ക്ലിക്ക് ചെയ്തിട്ട് എടുക്കാം. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് എടുത്തു. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോയിലേക്കാണ് വരിക. അപ്പോൾ ഈ വിൻഡോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും റൈറ്റിലായിട്ട് ഇവിടെ കാണാൻ പറ്റും ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ ഡൗൺലോഡിൻ്റെ അവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഡൗൺലോഡിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. ഈ ഡൗൺലോഡിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടാലി പ്രൈമിൻ്റെ ഒരു വിൻഡോയിലേക്കൊക്കെയാണ് വരിക. അപ്പോൾ കുറച്ച് താഴത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിൻഡോ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ പ്രീവിയസ് വേർഷൻ എന്ന് പറഞ്ഞിട്ട് ഒരിത് കാണാം. അപ്പോൾ ഇവിടെയാണ് ക്ലിക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ക്ലിക്ക് ചെയ്യാം. പ്രീവിയസ് വേർഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. പ്രീവിയസ് വേർഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ഇവിടെ ടാലിയുടെ എല്ലാ ഫയൽസുകളും ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ടാലി പ്രൈമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ടാലി പ്രൈമിൻ്റെ റിലീസാണ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് കാണാൻ പറ്റും ടാലി പ്രൈം റിലീസ് ടു 23 ജൂലൈ 2021 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് എടുത്തു. അത് കഴിഞ്ഞാൽ തൊട്ട് റൈറ്റിലായിട്ട് തന്നെ ഇവിടെ കാണും ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇൻസ്റ്റാൾ എന്നുള്ളതിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഫയല് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞാൽ അതിൽ 2 സ്റ്റെപ്പ് വരുന്നുണ്ട്. ഒന്ന് ഡൗൺലോഡ് ചെയ്യണം, എന്നിട്ടാണ് അത് ഇൻസ്റ്റാൾ ആവുക. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും, താഴത്തായിട്ട് ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇതിപ്പോൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇത് ആക്ടിവേറ്റ് ചെയ്ത് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് പിടിക്കും. അപ്പോൾ ഈ ഒരു വിൻഡോയിലേക്കാണ് വരിക. ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഡു യു വാണ്ട് ടു അലോ ദിസ് ആപ്പ് ടു മേക്ക് ചേഞ്ചസ് ടു യുവർ ഡിവൈസ് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് യെസ് എന്നുള്ളത് കൊടുക്കാം. ഇവിടെ യെസ് കൊടുത്തു. അവിടെ യെസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് എടുക്കും. ഇവിടെ ആക്ടിവേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ 3 ഓപ്ഷൻ ഇവിടെ കാണിക്കും. കോൺഫിഗർ ഉണ്ട്, മോർ ആക്ഷൻസ് ഉണ്ട്, അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഫസ്റ്റിലാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ ടാലി പ്രൈം ഉണ്ടായിരുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കോൺഫിഗർ ആണ് കൊടുക്കേണ്ടത്. പക്ഷേ എൻ്റെ കയ്യിലാണെന്നുവെച്ചെങ്കിൽ കുറച്ച് ഫയലുകൾ ഉണ്ട്. ടാലി പ്രൈമിൽ ഓൾറെഡി ഞാൻ കുറച്ച് ഫയലുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അപ്ഡേറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇവിടെ കോൺഫിഗർ ആണ് കൊടുക്കേണ്ടത്. ഞാനിവിടെ അപ്ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്ഡേറ്റ്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യണത്. ഒരു 2 മിനിറ്റ് എടുക്കും. ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വിൻഡോ വരും, സ്റ്റാർട്ട് ടാലി പ്രൈം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. സ്റ്റാർട്ട് ടാലി പ്രൈമിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാലി പ്രൈമിൻ്റെ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു വിൻഡോയിലേക്ക് ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അലോ എന്നുള്ള കൊടുക്കാം. അലോ ആക്സസ് എന്നുള്ളതിലേക്ക് ഇവിടെ 2 ഓപ്ഷൻ കാണിക്കും. അലോ ആക്സസും ഉണ്ട്, അതേപോലെ തന്നെ ക്യാൻസലും ഉണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് അലോ ആക്സസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കൊടുക്കാം. അലോ ആക്സസ് ക്ലിക്ക് ചെയ്തു. അലോ ആക്സസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടാലിയുടെ വിൻഡോയിലേക്ക് വന്നു. ഇവിടെ നമുക്ക് കൊടുക്കാം. ഇവിടെ നമ്മൾ സാധാരണ കൊടുക്കണ പോലെ തന്നെ ഇപ്പോൾ ടാലി പ്രൈം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോയിലേക്ക് തന്നെയാണ് വരിക. അപ്പോൾ ഇവിടെ കണ്ടിന്യൂ ഇൻ എഡ്യൂക്കേഷൻ മോഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടാലി പ്രൈം ഡൗൺലോഡ് ആയിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാൻ പറ്റും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.